ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ താരപ്രചാരകർ രംഗത്ത്. എൻഡിഎയ്ക്കായി ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും യുഡിഎഫിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് സംസ്ഥാനത്ത്. എൽഡിഎഫിനായി സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും രംഗത്ത്. പശ്ചിമബംഗാളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ താപനില ഉയരുന്നു. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. അമേരിക്ക മുന്നോട്ടുവച്ച 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ തള്ളി ഇറാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. വൈകുന്നേരം നടക്കുന്ന റോഡ് ഷോയിൽ ശ്രീ മോദി പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് എൻഡിഎയുടെ പ്രചാരണത്തിനാവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരത്തിൽ എത്തുന്നത്. കിള്ളിപ്പാലം ജംഗ്ഷൻ മുതൽ കരമന വരെ 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് രാത്രി 7 മണിയോടെ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ യുഡിഎഫ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. കൊച്ചി, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ യുഡിഎഫ് പ്രചാരണ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇന്ന് കോഴിക്കോട് നടക്കുന്ന യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സിപിഎം ജനറൽ സെക്രട്ടറി M.A. ബേബി ഇന്ന് കോട്ടയം ജില്ലയിലെ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുതിർന്ന LDF നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട്ടും LDF പ്രചാരണത്തിൽ പങ്കെടുക്കുകയാണ്. കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ രംഗത്ത്. ബിജെപിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ നാളെ വൈകിട്ട് കൊല്ലം ചാത്തന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ UDF സ്ഥാനാർത്ഥികൾക്കായി നാളെ വൈകിട്ട് കൊട്ടാരക്കര അമ്പലക്കര ഗ്രൌണ്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനും വിവിധയിടങ്ങളിലെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും. LDFനായി CPMലെയും CPIലെയും മുതിർന്ന നേതാക്കൾ തന്നെ പ്രചാരണ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തിരക്കിട്ട പ്രചാരണ പരിപാടികളിലാണ് തൃശൂർ ജില്ലയിലെ ഓരോ സ്ഥാനാർത്ഥികളും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിരൺ റിജിജുവും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് മണലൂർ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ്കുമാറിന്റെ പ്രചാരണ പരിപാടികളിൽ മണപ്പാടി മുതൽ പാവറട്ടി വരെ നടക്കുന്ന മണലൂർ മണ്ഡലത്തിലെ റോഡ് ഷോയിലാണ് നിർമ്മല സീതാരാമൻ പങ്കുചേരുന്നത്. നാളെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ പരിപാടികളിലും കേന്ദ്രമന്ത്രി സംബന്ധിക്കും. ചേലക്കരയിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിരൺ റിജിജുവും ഇന്ന് പങ്കുചേരും. UDFന്റെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം നൽകുന്നതിനായി നാളെ രാഹുൽ ഗാന്ധി ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്നലെയും ഇന്നുമായി മുൻ KPCC അധ്യക്ഷൻ G. സുധാകരൻ ജില്ലയിലെ പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. LDF തങ്ങളുടെ ദേശീയ നേതാക്കളായ വൃന്ദ കാരാട്ടിനെയും M.A. ബേബിയെയും ഇന്നലെ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിലേക്ക് എത്തിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 7-ാം തീയതി നടക്കും. ഈ മാസം 23-നാണ് പോളിംഗ്. അതിനിടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ എല്ലാ മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമാണ്. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പശ്ചിമബംഗാളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി.
വോട്ടർമാർ ഭയപ്പെടേണ്ടതില്ലെന്നും അക്രമം, ഭീഷണി, പ്രലോഭനം എന്നിവയിൽ നിന്ന് മുക്തമായിരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 4660 അനുബന്ധ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി സജ്ജമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. 1200-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഈ ക്രമീകരണം. ഇതോടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 85,379 ആയി ഉയർന്നു. കൂടാതെ വോട്ടർമാരുടെ സൌകര്യത്തിനായി 321 ബൂത്തുകൾ മാറ്റിസ്ഥാപിക്കാനും തീരുമാനമായി. ഏപ്രിൽ 23, 29 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ സാൻവി യുദ്ധപ്രതിസന്ധി നിലനിൽക്കുന്ന ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട് സുരക്ഷിതമായി യാത്ര തുടരുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന 7ാമത്തെ ഇന്ത്യൻ ടാങ്കറാണിത്. 400-ലധികം ഇന്ത്യൻ നാവികരുള്ള 17 കപ്പലുകൾ കൂടി നിലവിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. കപ്പൽ ഉടമകളുമായും ഇന്ത്യൻ മിഷനുകളുമായും ഏകോപിപ്പിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഇതുവരെ 1130 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കോൾ ഇന്ത്യ ലിമിറ്റഡ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ചെയർമാൻ ബി സായിറാം കോർബ സന്ദർശന വേളയിൽ ആകാശവാണി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആവശ്യമായ കൽക്കരി ശേഖരം രാജ്യത്ത് നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിക്കുന്നതിനിടെ ആകാശത്ത് വച്ച് തകർത്ത വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ വീണു. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ കെട്ടിടത്തിന് മുകളിലും മറീനിലെ മറ്റൊരു കെട്ടിടത്തിന് മുകളിലുമാണ് അവശിഷ്ടങ്ങൾ പതിച്ചത്. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചു. US-ഉം ഇസ്രയേലുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ തള്ളി ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൂന്നാം കക്ഷി മുഖേനയാണ് അമേരിക്ക ഈ നിർദ്ദേശം സമർപ്പിച്ചത്. എന്നാൽ വെടിനിർത്തലിന് തയ്യാറാകാതെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. നിലവിൽ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിലെ നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത് നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന് ഉറപ്പു നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള സമാധാന നീക്കങ്ങൾക്ക് ഈ സംഭവം തടസ്സമാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ആർട്ടിമിസ് 2 പേടകത്തിൽ നിന്നും എടുത്ത ഭൂമിയുടെ ആദ്യ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പങ്കിട്ട് നാസ. ഹലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ചിത്രത്തിൽ മേഘാവൃതമായ ഭൂമിയുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും മനോഹര ദൃശ്യം ആണ് ഉള്ളത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1,60,000 കിലോമീറ്റർ പിന്നിട്ട പേടകം തിങ്കളാഴ്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 9 പേർ മരിച്ചു. ദിൻഡോറി താലൂക്കിലെ ഇൻഡോർ ഗ്രാമവാസികളാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ താരപ്രചാരകർ രംഗത്ത്. NDAയ്ക്കായി BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും UDF-നായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് സംസ്ഥാനത്ത്. LDF-നായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്ത്. പശ്ചിമബംഗാളിൽ സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ താപനില ഉയരുന്നു. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ തള്ളി ഇറാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.